നമസ്കാരം. ഇന്ന് നമ്മളുള്ള കാർലോയിലാണേ. ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് മൈശാൽ ബൈ ആൻഡ് സെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ ബാക്കിൽ കാണുന്ന ക്രൗഡ് കണ്ടോ, അവിടെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് സെല് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം. മെയിനായിട്ട് ഇവിടെ കോഴി, താറാവ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പിന്നെ പെറ്റ്സ് ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ നമുക്കതൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഇന്ന് വന്നേക്കുന്നത്. അപ്പം ഇന്ന് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, അത് കാരണം അറിയത്തില്ല എങ്ങനെ ആവുമെന്ന്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇത് നമ്മുടെ ഈ ഇവിടെ കാർബോട്ട് സെയിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ടേ ഇവിടെയുള്ള. അപ്പോൾ ആ ഒരു ഇതിൻ്റെ തന്നെ സൺഡേ മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് തന്നെ ഇതിപ്പോൾ ഫാമേഴ്സിൻ്റെ സാധനങ്ങളും എല്ലാം വിൽക്കുന്ന ഒരു ഇതാണ്. രാവിലെ ഇവിടെ എത്ര മണിയായി, ഒരു 9 മണിയായി വരുന്നേ ഉള്ളൂ. പക്ഷേങ്കിൽ അത്യാവശ്യം ആൾക്കാരുണ്ട് ഇവിടെ ഇതൊക്കെ വാങ്ങിക്കാനായിട്ടും. ഇതെല്ലാം മുട്ടയിടുന്ന കോഴികളാണ് തോന്നുന്നത് ഈ കാണുന്നത്. ഈ പുള്ളിക്കോഴിയൊക്കെ ഉണ്ട്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ടൈപ്പാണ്. ഇത് ഓരോ ടൈപ്പ് ബ്രീഡുകളാണ്, അതിൻ്റെ എല്ലാം പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവർ. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ കരിങ്കോഴി പോലത്തെ എന്നൊക്കെ പറയാത്ത രീതിയിലുള്ള കോഴികളുണ്ടോ. നല്ല കരിങ്കോഴി അല്ലല്ലേ, കരിങ്കോഴിയാണ് തലയിലുള്ള പൂവാണേലും അല്ലേ റെഡ് ഇത് കറുത്തിരിക്കും. പക്ഷേ ഇത് കരിങ്കോഴിയല്ല, തോലുകളെല്ലാം കുറച്ച് കറുത്തിട്ടുള്ള ഇത്. അടിപൊളി. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ട്, ഇതുപോലെ തന്നെ കാറിൻ്റെ ഒരു ബൂട്ടിൽ കൊണ്ടുവരിക, ഇതുപോലൊരു ടേബിൾ എടുക്കുക, ഇത് സെല്ല് ചെയ്യുക. നമ്മുടെ നാടൻ പ്രാവുകൾ പോലത്തെ കുറേ പ്രാവുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഓരോ ഇതിൻ്റെ ബ്രീഡുകളുടെ പേരൊന്നും അറിയത്തില്ല, ഡീറ്റെയിൽസ് എല്ലാം അവരവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ കോഴി കണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് നമ്മുടെ കുഞ്ഞു കോഴിയാണ്. എനിക്കിത് തെറ്റായിട്ടൊക്കെ ആൾക്കാർ വളർത്തുന്നതാണെന്ന് തോന്നുന്നു ഇതിനെ. നല്ല ഭംഗിയുള്ള ചെറിയ പുള്ളിക്കോഴികൾ. സെക്ഷനിൽ പിന്നെയും പ്രാവ് ബാസ്ക്കറ്റിലിട്ട് വെച്ചിരിക്കുന്നു. ഇത് നമ്മുടെ മറ്റേ നാട്ടിലത്തെ മറ്റേ എന്നാ കോഴി, അതിനെ ഫൈറ്റർ. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ നാട്ടിൽ കിട്ടുന്നത്, കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഗീസിൻ്റെ കിടക്കുന്നുണ്ട്, ഗീസൊക്കെ കിടക്കുന്നുണ്ടോ. ആർക്കെങ്കിലുമൊക്കെ വന്ന് വാങ്ങിക്കണമെങ്കിൽ വന്ന് വാങ്ങിക്കാൻ പറ്റിയൊരിതാണ്. ഓക്കെ ഓക്കെ ഇത് ബേഡ്സിനെ ഇത് ഇടാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കേജ് പോലത്തെ ഒരു സാധനമുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നു. എന്താ ഇവിടുത്തെ ഡക്കും കുഞ്ഞുങ്ങൾ, ഒത്തിരി സാധനങ്ങളുണ്ടല്ലേ. പറഞ്ഞാൽ തീരാത്തത്രയും സാധനങ്ങളുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇതിനെയൊക്കെ. വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ. എൻ്റെ ഈ വൈറ്റ് കളറിൽ ഇത് കണ്ടോ, ഇവ ശരിക്കും പൂവൻകോഴിയാണ്. പക്ഷെ അവനാണ് എന്തുണ്ട് ഇവ കൂവിയപ്പോഴേക്കും മനസ്സിലായി പൂവൻകോഴിയാണ്. പക്ഷെ അത് കിട്ടിയില്ല എൻ്റെ വീഡിയോയിൽ. ഇതുണ്ട്, നമ്മുടെ താറാവിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ഇതേ മുയലും കുഞ്ഞ്, ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട്. കണ്ടോ, ഇത് കാണാൻ തന്നെ പിള്ളേരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഭയങ്കര രസമാണ്. ഒരു ദിവസത്തെ ഒരു ഔട്ടിങ് പോലെ വരാൻ പറ്റും. പിന്നെ ഇത് കണ്ടോ, ഇതിനകത്ത് നമ്മുടെ ഗിനിക്കോഴി പോലത്തെ സാധനം അല്ലേ, ഗിനിക്കോഴി. ഈ ഡഗ്സിനെയൊക്കെ ഉണ്ടോ, ഇതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു കൊണ്ടുപോയി. ഇവിടെ പിന്നെയും കുറെ പ്രാവുകൾ. ഇതിൻ്റെ ഈ കൂടിൻ്റെ അകത്തിട്ടിരിക്കുന്ന കോഴിയുണ്ട്. എനിക്കുന്ന നമ്മുടെ പൂവൻകോഴി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ഈ ബേഡ്സിനും പെറ്റ്സിനൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഇതൊക്കെ. കണ്ടോ, കാറിൻ്റെ ബൂട്ടിൽ വെച്ചിരിക്കുകയാണ് ഇതെല്ലാം. എന്നിട്ട് അത് സെല്ല് ചെയ്യുന്നു. ഡെസ്ക് വേണ്ടാത്തവർക്ക് ഇതുപോലെ തറ വെക്കുക, സെല്ല് ചെയ്യുക. ഇതുണ്ട് ലവ് ബേർഡ്സ് പോലത്തെ ബേർഡ്സ്, പാരറ്റ്സ്, പല വെറൈറ്റിയിലുള്ള സാധനങ്ങളുണ്ട്. ഈ കൂടിൻ്റെ അകത്തിരിക്കുന്ന ആളെ കാണിച്ചു തരാവേ. ഇതാരാന്നറിയാവോ? അയർലൻഡിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു സാധനമാണ് ഇത്, പാമ്പ്. ഇത് എന്ത് പാമ്പാണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ പേരറിയത്തില്ല. ഒരു കേജിൻ്റെ അകത്തൊക്കെ ഇട്ട് പുള്ളിയെ നല്ല ചൂടാക്കി നിർത്തിയിരിക്കുകയാണ്. ഒന്ന് ഓടിച്ചുവിടാം. പൂച്ചക്കുഞ്ഞുങ്ങൾ, നല്ല സൂപ്പർ പൂച്ചക്കുഞ്ഞുങ്ങൾ കാണാനായിട്ട് ഭയങ്കര ഭംഗിയല്ലേ. പെറ്റ്സിനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും.
ഇതുണ്ട് ഇതിൻ്റെ ആട്ടിൻകുട്ടികൾ ഇത് ആടിൻ്റെ ബ്രീഡാവാന്ന് അറിയത്തില്ല. ഇവർക്ക് ഈ ഫാമിൽ നിന്ന് കൊണ്ട് വിൽക്കുന്നതാണ്. നമുക്കറിയത്തില്ല അതിൻ്റെ ബ്രീഡ് ഏതൊക്കെയാണ്. അവരോട് ചോദിച്ചാൽ പറയും. ചിലർക്കൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്ന ഇഷ്ടമല്ലല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഓരോരുത്തരോട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. പാമ്പിനെ കണ്ടത് ഇതുപോലെ നമ്മൾ ഓർഡർ ചെയ്തതുപോലെ ബോക്സിൽ അവരിട്ട് തരും. ഡക്കിനെ കണ്ടത് ഇത് നമ്മുടെ നാടൻ ഡക്കിനെ പോലെ ഇരിക്കും, നാട്ടിൽ കാണുന്ന അതേ സാധനം. പക്ഷെ ഇവരിത് വളർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൂടുതലും വാങ്ങിച്ചോണ്ട് പോകുന്നത്. അത് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. Already flowered once this year, and then they have a haircut, and then they go again and eat them again. നാടൻ മുട്ടയ്ക്ക് €7, അത് 30 എണ്ണം പറഞ്ഞു. കുഞ്ഞു മുട്ടയാണ്, പക്ഷെ നാടൻ മുട്ട. ഹണിക്ക് വേണ്ട €7. ഇതുണ്ടോ നമ്മുടെ നാട്ടിൽ കാണുന്ന ചേമ്പ് പോലില്ലേ, പക്ഷെ ഇതിൻ്റെ എക്സാക്ട്ലി അതാണോ എന്ന് എനിക്കറിയത്തില്ല. ചേമ്പ് എന്താണോ പോലത്തെ സാധനം ഇവിടെ അതെല്ലാം കൊണ്ട് വയ്ക്കാൻ വെച്ചിരിക്കുക. എൻ്റെ വില പക്ഷെ ഇവിടെ എഴുതി വെച്ചിട്ടില്ല. ഈ കാണുന്ന കള്ളിമുൾ ചെടി പോലത്തെ ഇതുണ്ട്, ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. ഇത് മുന്തിരിച്ചെടിയാണ്, മുന്തിരിയുടെ നമ്മൾ ചിലപ്പോൾ വാങ്ങിക്കാൻ ഈ കാണുന്ന ഇതുണ്ട്, ഇതിൻ്റെ എഗ് ഉണ്ട്. ഇതൊരു ഗ്രീൻ കളർ പോലാണ്. ഫോട്ടോ പിക്ചറിൽ കാണുമ്പോൾ എത്രയും ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. ഗ്രീൻ കളറിൻ്റെ എഗ്ഗാണ്. അതിൻ്റെ കൂടെ തന്നെ വൈറ്റ് എഗ് ഇരിപ്പുണ്ട്. അത് ഈ കാണുന്ന കോഴിയുടെ എഗ് ആണെന്നാണ് ഇവരോട് ചോദിച്ചോ പറഞ്ഞത്. ഇതുണ്ടോ കോഴിയൊക്കെ വളർത്തുമ്പോഴേക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാധനം ഇത്. അതിൻ്റെ €10 ഒരു ഇതിന് കോഴി വളർത്തുന്ന ഒരു ഇതിന് വേണ്ടി. നമ്മുടെ സിൽക്കി കോഴി ആണ് നാട്ടിലത്തെ ആ ഒരു ഇത് തന്നെ. സാധാരണ പ്രാവുകൾ ഇഷ്ടം പോലെ. ഇത് കണ്ടോ ഗിനി പിഗ്, എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. തൊട്ടടുത്ത് തന്നെയാണ് സിൽക്കി കോഴി ഇരിക്കുന്നു, താറാവ് നിൽക്കുന്നു, ഒരു ഒറ്റ കൂട്ടിൽ. ചെറിയ ബേഡ്സ്. മയിലിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? തേണ്ട നിൽക്കുന്നത് മയില്. ഇത് പെറ്റ്സായിട്ട് ആർക്കെങ്കിലും വളർത്തണമെങ്കിൽ വീട്ടിൽ കൊണ്ട് വളർത്താം. അതുകൊണ്ട് ഇവിടെ വില ഞാൻ ചോദിച്ചില്ല. ഒരു കോഴി കൂന്ന സൗണ്ട് കേട്ടോ, അത് ഇപ്പൊ കാണിച്ചാലേ ഞാൻ. ഇവനാണ് ഇപ്പൊ കോഴിയെ കൂവിയവൻ. കൂടെ ഒന്നൂടെ. ഒരു ടർക്കിയെ കണ്ടിരിക്കുന്നു, ഒരു വലിയ ടർക്കി. ഒരു 10 കിലോ ആണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. പെടയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, പെടയാണെന്ന്. എൻ്റെ ഇവിടെ ബേഡ്സിനെ കണ്ടോ? How much normally for that? They're 6 weeks gestation, and I sell my hatching eggs. I'm selling are good. So, because I don't buy hatching eggs off anyone that doesn't hatch their own, because I don't know if they're good or not. Hopefully, it's a she. Yeah. I really hope it's a she. അപ്പം നമ്മളിത് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു, ബാക്കിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. നിങ്ങൾ കണ്ടല്ലോ സംഭവങ്ങളൊക്കെ. ഇത് എല്ലാ മാസവും അവസാനത്തെ സൺഡേ ആയിരുന്നു ഇവിടുത്തെ ഇത് ഇങ്ങനെയുള്ളത്. പക്ഷേ അത് ഇവർ അടുത്ത മാസം കൂടെ, അതായത് ജൂലൈ 2025 അതും കൂടെ ഉള്ളൂ ഈ സെയിം പ്ലേസിൽ. ഇനി അടുത്തത് വരുന്നത് ഇവിടെ തന്നെയുള്ള വേറൊരു സ്ഥലത്താണ്. അതിൻ്റെ എയർ കോഡ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ഇതിൽ കൊടുത്തേക്കാവേ, എൻഡിൽ കൊടുത്തേക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ചത് ഇതിൻ്റെ ഇത് കണ്ടോ, 1-2 സാധനം വാങ്ങിച്ചു. ഇത് നമ്മുടെ മുന്തിരിയുടെ ചെടിയാണ്, കാണാൻ പറ്റുന്നുണ്ടോ? മുന്തിരി ചെടിയാണ്. ഇത് നമ്മൾ ഔട്ട് സൈഡ് വെക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഇതിന് €3.5 ഒക്കെ ആയിട്ടുള്ളൂ, വലിയ പൈസയൊന്നും ആയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ബോക്സിൽ ഇതിൻ്റെ അകത്ത് കാടക്കുഞ്ഞുങ്ങളാണ്. ഇവിടെ കാടയില്ലേ, ഒരു മെയിലും ഫീമെയിലും ആയിട്ടുള്ള 2 എണ്ണം. പിന്നെ ഈ ഒരു ചെറിയ ബോക്സിൻ്റെ അകത്ത് കണ്ടോ, ഇതിൻ്റെ അകത്ത് അവരുടെ ബോക്സ് ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് 10 കോഴിക്കുഞ്ഞുങ്ങളെ ഇതിൻ്റെ അകത്ത് വാങ്ങിച്ച് €50. ഒരു കോഴിക്കുഞ്ഞിന് €5 വെച്ചിട്ട്. പക്ഷേങ്കിൽ ഞാനത് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 10 എണ്ണം അവർ പറഞ്ഞെങ്കിൽ 10 എണ്ണം ഇല്ലായിരുന്നു. പിന്നെ ഒന്നുകൂടെ ചെക്ക് ചെയ്തപ്പോൾ 7 എണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നുകൂടെ ചെക്ക് ചെയ്തോണ്ട് നന്നായി. അതുകൊണ്ട്
അതിന് ഇപ്പോഴത്തെ ഈ വാങ്ങി സേഫാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ചെറിയൊരു ബോക്സാണ്. അപ്പോൾ ഞാനിവിടെ വേറെ ഷോപ്പിലൊക്കെ പോയി തപ്പിയിട്ട് ഇച്ചിരി വലിയ ബോക്സിലാക്കി അതിനെ വെക്കണം, അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാം ചത്തിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇത് കൊടുത്തേക്കാം, ഇതിൻ്റെ എയർകോഡ് നെക്സ്റ്റ് ടൈമിൽ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എയർകോഡ് കൊടുത്തേക്കാം. പിന്നെ ഇത് ഓഗസ്റ്റ് തൊട്ട് ഇവർ സെക്കൻഡ് സൺഡേയില്ല, സാധാരണ ഇത് ജൂലൈ എല്ലാ മാസം അവസാനത്തെ സൺഡേ ആയിരുന്നു, അത് മാറ്റിയിട്ട് ഇനി മുതൽ സെക്കൻഡ് സൺഡേ ആണ്. ഇവിടെ എല്ലാ സ്ഥലം അടുത്ത ഒരു കൗണ്ടി ഇത് തന്നെ, പക്ഷേ അടുത്തൊരു സ്ഥലത്തേക്കാണ് പറയുന്നത്. അതിൻ്റെ എയർകോഡ് ഞാൻ കൊടുത്തേക്കാവേ. അപ്പോൾ ശരി, താങ്ക് യു.